രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താൻ പാലക്കാട് പോലീസിന്റെ പരിശോധന. നഗരത്തിലെ വിവിധയിടങ്ങളിലെ സിസിടിവികളാണ് പോലീസ് പരിശോധിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് കണ്ണാടിയിൽ നിന്ന് പോയത് മുതലുള്ള ദൃശ്യങ്ങളാണ് നോക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സിസിടിവികൾ പരിശോധിക്കുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, ഇപ്പോഴും രാഹുൽ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതൊക്കെ ദിവസം തൊട്ടുള്ള സിസിടിവികൾ ആണ് പരിശോധിക്കുന്നത്? നഗരത്തിലെ മുഴുവൻ സിസിടിവികളും പരിശോധിക്കാനാണോ തീരുമാനം? അമൃത, ഈ കഴിഞ്ഞ ദിവസമാണ്, അതായത് വ്യാഴാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നത്. അന്ന് വൈകുന്നേരമാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകാൻ പരാതിക്കാരിയായ യുവതി എത്തുന്നു എന്ന വാർത്ത വരുന്നത്. അതിന് പിന്നാലെ, അതായത് ഒരു 4:30 വരെ അദ്ദേഹം കണ്ണാടിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പോകുന്നത്. അത് കൊണ്ട് തന്നെ ഈ കണ്ണാടിയും പിന്നീട് ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നുണ്ട്. ഈ ഫ്ളാറ്റിലെയും ഞാൻ നിൽക്കുന്ന MLA ഓഫീസിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ SIT സംഘം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൂടി സഹായം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായി വിവിധ ഇടങ്ങളിലുള്ള ഈ CCTV ദൃശ്യങ്ങൾ, കാറിന്റെ സഞ്ചാരം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്നതിനാണ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത്. ഇന്ന് SIT സംഘം രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ എത്തി പരിശോധനകൾ നടത്തി. ഇവിടെ നിന്ന് കാര്യമായി ഒന്നും തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. രാഹുലിന്റെ ഫോണുകൾ ഉൾപ്പെടെ നേരത്തെ ഈ ഫ്ളാറ്റിന്റെ ലൊക്കേഷൻ കാണിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഈ ഫോണോ മറ്റൊന്നും തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. 2 ജീവനക്കാരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി അവരോടും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് ഒഴിവിൽ കഴിയുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും അന്വേഷണ സംഘം ചോദിച്ചത്. എന്നാൽ അവർക്ക് തങ്ങൾക്ക് അറിയില്ല എന്ന മറുപടി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യം എന്താകും എന്ന് കാത്തിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതോടൊപ്പം തന്നെ SITയും വളരെ ധൃതിപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് പോലീസിന് വലിയ തിരിച്ചടിയാകും. സർക്കാരിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടമാണ്, അത് തിരിച്ചടിയാകും. ഒരു പക്ഷേ ഈ ബുധനാഴ്ചയാണ്, അതായത് ഇനി 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസമാണ് ഈ കോടതി, തിരുവനന്തപുരം ജില്ലാ കോടതി ഇത് സംബന്ധിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അങ്ങനെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റിലേക്ക് എന്ന ഒരു സാധ്യതയാണ് ഉള്ളത്. ഒരു ധൃതിപ്പെട്ട അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കാത്ത വിധം തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതിനാണ് ഈ പ്രധാനമായും ഊന്നൽ നൽകുന്നത്. അതുകൊണ്ടാണ് ഈ പരാതിക്കാരിയായ യുവതി ഉണ്ടായിരുന്നല്ലോ സാജിദ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പരിശോധനയിൽ? കുന്നത്തൂർ മേട്ടിലെ ഫ്ളാറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്നത്. 10-ാം നിലയിലെ D നമ്പർ ഫ്ളാറ്റിൽ 10D എന്ന ഫ്ളാറ്റിലാണ് താമസം. ഇവിടെ അന്വേഷണ സംഘം എത്തിയിരുന്നു. തിരുവനന്തപുരം തമ്പാനൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘവും പാലക്കാട് നിന്നുള്ള പോലീസ് സംഘവും ഉണ്ടായിരുന്നു. ഇവിടെ പ്രധാനമായും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നായിരുന്നു സംഘം ലക്ഷ്യം വെച്ചത്. എന്നാൽ ആ CCTV ലഭിച്ചിട്ടില്ല. കാരണം ഏതാണ്ട് 6 മാസം മുൻപാണ് ഈ പരാതിക്കാരി പറഞ്ഞ തീയതി. മെയ് മാസം അവസാന വാരമാണ്. എന്നാൽ 3 മാസം വരെയാണ് പരമാവധി CCTV ദൃശ്യങ്ങൾ അവിടെ ശേഖരിക്കാൻ കഴിയുന്നത്. ഇനി ഇതിന്റെ ഹാർഡ് ഡിസ്കും മറ്റും കൊണ്ടുപോയി മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി അത് തിരിച്ചെടുക്കുക എന്ന നടപടികളിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഉടൻ തന്നെ കോടതിയിൽ ഈ ദൃശ്യങ്ങൾ കൂടി ഹാജരാക്കിക്കൊണ്ട് ഈ മുൻകൂർ ജാമ്യം തടയുക എന്നതിലേക്ക് പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ പോലീസ് ആ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അത് നാളെയും തുടരും. അത് എത്രത്തോളം വളരെ പെട്ടെന്ന് ലഭിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അമൃത.